കെ ആന്റണി, ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്ക് പ്രകാരമുള്ള സംസ്ഥാനത്തെ ഗുണ്ടാ ലിസ്റ്റിൽ 1800 പേരുണ്ട്. അതിൽ 1773 പേരും സ്വൈരവിഹാരം നടത്തുകയാണ്. അതായത് അവരകത്തല്ല, പുറത്താണ്. കേരളത്തിലെ 40 ഗുണ്ടാ സംഘങ്ങൾ സജീവമാണ്. ഇതിൽ 500ഓളം അംഗങ്ങളുണ്ട്. ഇവരിൽ ഭൂരിപക്ഷവും ലഹരിക്കടത്തുകാരാണ്. കഴിഞ്ഞ വർഷം 142 കൊലപാതകങ്ങൾ നടന്നു. ഇതിൽ 70-ലധികം ശതമാനം ഗുണ്ടാ ആക്രമണത്തെ തുടർന്നാണ്. ഇത്രയും ഭീതിതവും ഭയാനകവുമായ ഒരവസ്ഥ മുമ്പെങ്ങും ഉണ്ടായിട്ടുണ്ടോ? താങ്കളും പോലീസ് സേനയിൽ പ്രവർത്തിച്ച ഒരാളാണ്. റിട്ടയർ ചെയ്തിട്ട് അത്രയേ ആയിട്ടുള്ളൂ. കൃത്യമായിട്ട് താങ്കൾക്കറിയാം എന്താണ് ആഭ്യന്തര വകുപ്പിൽ നടക്കുന്നതെന്ന്. ഞാൻ പറഞ്ഞതിനോട് യോജിക്കുന്നുണ്ടോ ശ്രീ കെ എം ആന്റണി? ഇവിടെ ലോ ആൻഡ് ഓർഡർ ആഭ്യന്തര കൈകാര്യം ചെയ്യാൻ ഒരു മന്ത്രി അങ്ങ് ഏൽപ്പിക്കുക. മുഖ്യമന്ത്രിക്ക് നിരവധി പോർട്ട്ഫോളിയോസ് ഉണ്ടല്ലോ, വകുപ്പുകളുണ്ട്. ഒരുപക്ഷെ തിരക്കായിരിക്കും, അദ്ദേഹത്തിന് ഇതിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റിയില്ലെന്ന് വരാം. പക്ഷേ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യാൻ അതിന് പറ്റിയ ആർജവമുള്ള, കരുത്തുള്ള, ചങ്കൂറ്റമുള്ള ഒരു ഭരണാധികാരി വേണ്ടേ? അതിൽ രാഷ്ട്രീയമായിട്ടുള്ള ഒരു ചോദ്യം അതിനകത്തുണ്ട്. കാരണം ആർജവമുണ്ടോ? ജനാധിപത്യ സംവിധാനത്തിൽ ഭരിക്കാൻ പ്രാപ്തിയുള്ളവരെ തന്നെയാണ് തെരഞ്ഞെടുത്തിരിക്കുന്നതും കേരളം അങ്ങനെയാണ് ഭരിക്കപ്പെടുന്നതും. ഇപ്പം അതിനകത്ത് തർക്കമൊന്നുമില്ല. പക്ഷേ ഈ പറഞ്ഞതുപോലെ 1800ഓളം ഗുണ്ടകളുണ്ട്. ലിസ്റ്റ് പ്രകാരം 1800 ഗുണ്ടകൾ ഉണ്ടെന്ന് പറയുന്നു. അതിൽ 1700 പുറത്ത് നടക്കുന്നു, ബാക്കി പുറത്ത് നടക്കുന്നു എന്ന് പറയുന്നു. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഒരാൾ ഗുണ്ടയായി കഴിഞ്ഞാൽ അയാളെ പിടിച്ച് കൊല്ലാനൊന്നും പറ്റില്ല. പുറത്ത് നടക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിയമത്തിന്റെ ആ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ ആയിരിക്കാം അവർ 6 മാസം തടവ്. ഞാൻ അങ്ങനെയാണ് ഒരു കാര്യം ചോദിച്ചോട്ടെ ശ്രീ കെ എം ആന്റണി, നിയമത്തിന്റെ ആനുകൂല്യങ്ങൾ ഇവർക്ക് ഒരുക്കി കൊടുക്കുന്നതിൽ പോലീസുകാർക്ക് ഒരു പങ്കില്ലേ? ഇല്ലാന്ന് പറയാൻ പറ്റുമോ? ഇപ്പൊ നോക്കൂ, ഒരു ഗുണ്ട അതിക്രമം നടക്കുന്നു, അവിടെ സാക്ഷി പറയാൻ ആരും മുന്നോട്ട് വരുന്നില്ല. സാക്ഷി പറയുന്നവരെ വിരട്ടി ഓടിക്കുന്ന ഒരു സമീപനം പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. അതാണ് നേരത്തെ ഉല്ലാസ് ബാബു ചൂണ്ടിക്കാണിച്ചത്. അത് നടക്കുന്നില്ലേ? ഗുണ്ടകളുടെ മുന്നിൽ മുട്ടിടിച്ച് നിൽക്കുന്ന കേരള പോലീസ്, ഞാൻ ആവർത്തിക്കുകയാണത്. അല്ല, ഗുണ്ടകളുടെ മുന്നിൽ മുട്ടിടിച്ച് നിൽക്കുന്ന കേരള പോലീസ് ഒന്നുമല്ല. കേരള പോലീസിന് അതിനുള്ള ശക്തിയും പ്രാപ്തിയും ഒക്കെ ഉണ്ട്. പക്ഷെ അതെവിടെ? അതിനുള്ള അത് കാണുന്നില്ലല്ലോ, അത് കാണിക്കുന്നില്ലല്ലോ. അത് കാണാൻ പോകുന്നത്. കാരണം നമ്മൾ വരും, നമ്മൾ പ്രതീക്ഷിക്കുക, അല്ലെങ്കിൽ നമ്മളൊരു ശുഭാപ്തി വിശ്വാസത്തോടെ തന്നെ കാണുക. നമ്മൾ ഈ ചർച്ചയും അതിനുവേണ്ടി തന്നെയാണ് എടുത്തിരിക്കുന്നത്. നമുക്കറിയാം ഇതിലൊക്കെ വിറപ്പിച്ച ഗുണ്ടകൾ ഉണ്ടായിരുന്നു, ബോംബെയിലും മറ്റുമൊക്കെ അധോലോകം. ഇപ്പൊ അതൊന്നും കാണുന്നില്ലല്ലോ, അവിടെയൊക്കെ ശാന്തമാണല്ലോ. അപ്പോ കേരളത്തിലും ഇത് അടിച്ചമർത്തപ്പെടും. കാരണം കുറച്ച് എന്താണ് പറയുന്നത്, ഗുണ്ടകൾ എന്ന് പറയുന്നത് മുമ്പ് രണ്ടുപേരും സംസാരിച്ച സാഹചര്യത്തില് ഗുണ്ടകൾ എന്ന് പറയുന്നത് ഈ കഞ്ചാവ് അല്ലെ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട ഒരു 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 മേഖലയാണ്. കാരണം അതിനുള്ള സാഹചര്യം, അതിനെ ശരിയായ രീതിയിൽ നിയന്ത്രിക്കുക, അത് പ്രിവെന്റ് ചെയ്യുക. കാരണം സാമ്പത്തികമായിട്ടുള്ള ഇവർ ഏത് കുടുംബങ്ങളിൽ നിന്ന് വരുന്നു ഈ ഗുണ്ടകൾ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഏത് പ്രായത്തിലുള്ളവരാണ് ഒരു ഗുണ്ടയായിട്ട് മാറുന്നതെന്ന് മനസ്സിലാക്കണം. അവരുടെ ജീവിത സാഹചര്യം മനസ്സിലാക്കണം. അവരുടെ സാമൂഹികമായിട്ടുള്ള അവസ്ഥ മനസ്സിലാക്കണം. അല്ലാതെ നമ്മൾ ഒരാൾ ഗുണ്ടയായതിനു ശേഷമല്ല അയാളെ നമ്മൾ വിധിക്കേണ്ടത്. അതിനു മുമ്പ് തന്നെ അയാൾ ഈ 16 വയസ്സിലോ 17 വയസ്സിലോ ഈ അടുത്ത കാലത്ത് ഗുണ്ടകളുടെ അനുഭവങ്ങളൊക്കെ പറയുന്നുണ്ടല്ലോ. അവർ ഗുണ്ട അല്ലാതാവാൻ വേണ്ടി ശ്രമിക്കുന്നുവെന്ന്. 10ഓ 50ഓ കേസുകളിൽ പ്രതിയായി ജയിലിൽ കിടന്നു, അല്ലെങ്കിൽ പല പ്രാവശ്യം ജയിലിൽ പോവുകയും വരികയും ചെയ്യുന്നു. അമ്മാവന്റെ വീട് പോലെ തന്നെ ജയിലിൽ പോയി തിരിച്ചു വരികയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ മറ്റൊന്നും അവർക്ക് ആ രീതിയിൽ ഭയമില്ലാത്ത ഒരു വിഭാഗമാണ്. പക്ഷെ അതിനെ അടിച്ചമർത്താനുള്ള ശക്തിയും ശേഷിയും പോലീസിനുണ്ട്. കേരള പോലീസിനെ നമ്മൾ ചെറുതായി കാണണ്ട. കേരള പോലീസ് ശരിയായ രീതിയിൽ ഏതെല്ലാം രീതിയിലുള്ള എത്രയോ കേസുകൾ തെളിയിച്ചിരിക്കുന്നു. ഇന്ത്യയിലെ തന്നെ ഏറ്റവും പേരെടുത്ത പോലീസാണ് കേരള പോലീസ്. നമ്മൾ രാഷ്ട്രീയമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ തർക്കങ്ങൾ പറയാം. അല്ല സാർ, അതൊക്കെ പ്രസംഗിക്കാൻ കൊള്ളാം. പക്ഷെ നമ്മുടെ പ്രവൃത്തിയിൽ അത് പ്രതിഫലിക്കുന്നുണ്ടോ? ശരിയാണ്, കേരള പോലീസിനെ അംഗീകരിക്കുന്നു. കേരള പോലീസ് കരുത്തുറ്റൊരു സേനയാണ്, അതിലൊന്നും ഒരു തർക്കവുമില്ല. പക്ഷെ നോക്കൂ, അവിടെയാണ് ഞാൻ പറയുന്നത് പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ഉണ്ടാകുന്നുണ്ട്. അവിടെ രാഷ്ട്രീയ താല്പര്യങ്ങൾ വരുന്നുണ്ട്. പല ഗുണ്ടകൾക്കും തിരുവനന്തപുരത്ത് തന്നെ, ഞാൻ പേരെടുത്ത് പറയുന്നില്ല, പാർട്ടിയുടെ ഗുണ്ടകൾ നിരവധി കേസുകളുണ്ട്. പല കേസുകളിലും അവർ ശിക്ഷിക്കപ്പെടുന്നില്ല, അവർ പുറത്താവുകയാണ്. അവിടെയൊക്കെ പോലീസ് ഒത്തുകളിക്കുന്നില്ല എന്നുള്ളതാണ്. സാക്ഷികളെ പോലും വിരട്ടുന്നത് ഗുണ്ടകളല്ല, ഗുണ്ടകൾക്ക് വേണ്ടി പോലീസാണ് സാർ. എനിക്കറിയാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്, ഉദാഹരണങ്ങളുണ്ട്.
അല്ല, നമുക്കിപ്പോ അറിയാവുന്ന ഒരുപാട് അനുഭവങ്ങളോ കാര്യങ്ങളോ കാണും. കാരണം അത് ഒറ്റപ്പെട്ട സംഭവമാണ്. കേരള പോലീസിന്റെ മൊത്തമായിട്ടുള്ള ആ ഒരു മുഖം എടുത്തു കഴിഞ്ഞാൽ അതിലെ ഗുണ്ടകളെ സപ്പോർട്ട് ചെയ്യുന്ന പോലീസ് എന്നൊക്കെ പറഞ്ഞാൽ ഏകദേശം എന്താണ് 1000-നോ ഒന്ന് കാണുമായിരിക്കും, അല്ലെ 10,000-നോ 10 കാണുമായിരിക്കും. അല്ലാതെ പോലീസ് മുഴുവൻ ഗുണ്ടകൾക്ക് സപ്പോർട്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രാജ്യത്തെ നിയമം എവിടെയാണ്? നീതിന്യായ വ്യവസ്ഥ എവിടെയാണ്? അങ്ങനെയുള്ള ഒരു ഭാഷയിലേക്ക് നമുക്ക് പോകാൻ പറ്റില്ല, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു വിഷയത്തിലേക്ക് കടക്കാൻ പറ്റില്ല. പോലീസ് എന്ന് പറയുന്നത് അടിച്ചമർത്താൻ തന്നെയാണ്. എവിടെയാണോ തല വെക്കുന്നത് അതിനെ അടിച്ചമർത്തിയേ ഒക്കൂ എന്നാണ് ഞാൻ പറയുന്നത്. കാരണം ചില ലക്ഷണങ്ങൾ കാണുന്നുണ്ട്. ഇപ്പൊ കാണിപ്പയ്യൂരും കുന്നംകുളത്ത് കടം കൊടുത്ത കാശ് തിരിച്ചു കിട്ടാത്തതിനെ സംബന്ധിച്ചിട്ടുള്ള വിഷയങ്ങളാണ്. ഇപ്പൊ ഇതിനകത്ത് ഈ ഇലക്ഷൻ കഴിഞ്ഞ സാഹചര്യത്തിൽ ഗുണ്ടകൾ അല്ലെങ്കിൽ ഗുണ്ടാ പ്രവർത്തനം പോലെയുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ നാട്ടിൽ നടക്കുന്നത് മുഴുവൻ ഗുണ്ടകളുടെ അല്ല ആന്റണി സാർ ഒരു പാവപ്പെട്ടവൻ അവന്റെ പിന്നെ ഉപജീവനത്തിന് വേണ്ടി അല്ലെങ്കിൽ അതിജീവനത്തിന് വേണ്ടി അവൻ ചെറിയൊരു മോഷണം നടത്തുന്നു. അവനെ ഇടിച്ച് പരുവത്തിലാക്കുമല്ലേ ഈ ഗുണ്ടകൾ? സ്റ്റേഷനിൽ അവരെ കൊണ്ടുപോകുന്നത്, അതുപോലെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇവരെ ഇറക്കി കൊണ്ടുപോകുന്നത്, ഇവരുടെയൊക്കെ ദേഹത്ത് കൈവെക്കാൻ ധൈര്യമുള്ള ഏതെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥനുണ്ടോ? ഒരിടിയെങ്കിലും ഇവനൊക്കെ കൊടുക്കുന്നുണ്ടോ? ഇത്രയും ക്രൂരമായി ഇപ്പോൾ തിരുവനന്തപുരത്ത് തന്നെ ഒരു യുവാവിനെ പിന്നെ വളരെ ക്രൂരമായിട്ടാണ് കൊലപ്പെടുത്തിയത്. ആ ഗുണ്ടകൾ അവർ വലിയ എന്തോ ഒരു ധീരകൃത്യം ചെയ്ത പോലെയാണ് അവർ പുറത്തിറങ്ങി വരുന്നത് പോലീസ് സ്റ്റേഷനിൽ നിന്ന്. അതിനുള്ള അവസരം, അതിനുള്ള ആ ഒരു പശ്ചാത്തലം ഒരുക്കി കൊടുക്കുന്ന ആരാണ്? എന്തുകൊണ്ടാണ് ഇവനെയൊക്കെ ഇടിച്ച് ഇവനെയൊക്കെ ഞാൻ കൊല്ലണം എന്നല്ല പറയുന്നത്, ഇവനെയൊക്കെ വേണ്ട രീതിയിൽ ശാരീരികമായി കൈകാര്യം ചെയ്യാൻ കേരള പോലീസിൽ നട്ടലുള്ള ധൈര്യമുള്ള ആർജവമുള്ള എത്ര ഉദ്യോഗസ്ഥരുണ്ട്? താങ്കൾ പറഞ്ഞത് ശരിയാണ്, സേന കൊള്ളാം, നല്ലതാണ്. പക്ഷേ അടിക്കേണ്ടവരെ അടിക്കണ്ടേ? അതിനുള്ള ധൈര്യം എന്തുകൊണ്ടാണ് കേരള പോലീസിലെ ഉദ്യോഗസ്ഥർക്ക് ഇല്ലാതെ പോകുന്നത്? ഇനിയിപ്പോൾ നാളെ ഒരുപക്ഷെ വിരമിച്ചു കഴിഞ്ഞാൽ പുറത്തിറങ്ങിയാൽ ഇവൻ പക വീട്ടും എന്നുള്ള പേടിയാണോ? അങ്ങനെയുള്ള ഭയങ്ങളൊന്നും ഇല്ല ഈ പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥരിൽ ബഹുഭൂരിപക്ഷത്തിൽ. കാരണം പുറത്തിറങ്ങി സഞ്ചരിക്കും, അല്ലെങ്കിൽ താൻ ചെയ്യേണ്ട പണി ആ കാലത്ത് സർവീസിൽ ഇരിക്കുമ്പോൾ ചെയ്ത് പോന്നു കഴിഞ്ഞാൽ ഒരു ഗുണ്ടയും അതിനെതിരായിട്ടൊന്നും വരില്ല. ഗുണ്ടയെന്ന് പറയുന്നവൻ ആ വിരോധം കൊണ്ടു നടക്കുന്ന ആ ഒരു അങ്ങനെ അത് നമ്മൾ പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല. നമ്മൾ ചെയ്യാനുള്ള കാര്യങ്ങൾ അങ്ങനെയാണെങ്കിൽ എത്രയോ ഗുണ്ടകളായിക്കോട്ടെ, കൊലപാതകികളായിക്കോട്ടെ, അവരെല്ലാം അവരുടെ പേരിലൊക്കെ നടപടി സ്വീകരിച്ചില്ലേ? അവരാരും വരുന്നില്ലല്ലോ. അപ്പൊ അതല്ല അതിന്റെ കാരണം. ഇപ്പൊ നമുക്കറിയാം, ചെറിയ കളവ് ചെയ്തവനെയും അതുപോലെ ഗുണ്ടകളെയും പിടിച്ച് തല്ലണം, അല്ലെങ്കിൽ അതുപോലെ തല്ലുന്നു എന്ന് പറയുന്നത് ഇന്ന് കേരള പോലീസിൽ തല്ലുന്ന സംഭവം അല്ലെങ്കിൽ ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. അങ്ങനെയുള്ള വളരെ ഒറ്റപ്പെട്ട സംഭവങ്ങൾ മാത്രമേ ഉള്ളൂ. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അത് മീഡിയാസും അല്ലെങ്കിൽ ഈ പറഞ്ഞ എല്ലാ സംവിധാനങ്ങളിലെയും മറച്ചു വെച്ചുകൊണ്ട് പോലീസിന് ആരെങ്കിലും കുറ്റം ചെയ്ത ഒരാളെ തല്ലാനൊന്നും പറ്റില്ല. ആര് സംരക്ഷിക്കും? എങ്ങനെ? നിയമം അതിനെ അനുവദിക്കുന്നില്ല. കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കാം, അല്ലെങ്കിൽ ഗുണ്ടകൾക്ക് കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുക എന്നുള്ളതല്ല. നിയമവ്യവസ്ഥയിൽ ഒരാളിനെ ഒരു കേസ് തെളിയിക്കുവാൻ ശാസ്ത്രീയമായി ഇടപെടാം, അല്ലെങ്കിൽ മറ്റത് ഉപയോഗിക്കാം. ശാരീരികമായി അദ്ദേഹത്തെ ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് നിയമവ്യവസ്ഥയുണ്ട് സാർ. എല്ലാം നിയമത്തിന് അനുസരിച്ച് നിയമാനുസൃതമായിട്ടാണല്ലോ നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. ബിജു പറയുന്ന കേട്ടാ വിചാരിക്കും എല്ലാം ഇവിടെ നിയമത്തിന് അനുസൃതമായിട്ടാണ് ചെയ്യുന്നത്, എല്ലാം നിയമപരമായിട്ടാണ് ചെയ്യുന്നതാണ്. ഇപ്പൊ ശ്രീ അനിൽ നമ്പ്യാർ നവകേരള സദസ്സിന്റെ ബസ് പോയ സമയത്ത് മുദ്രാവാക്യം വിളിച്ചവനെ തല്ലിയ മറ്റേ ഗുണ്ടകൾ, അനിൽ എന്നാണ് പേര് തന്നെ ഒരു വിശ്വാസം. ആ ഗുണ്ടകൾക്ക് അതിനുള്ള അവകാശം ഉണ്ടല്ലോ അല്ലെ ബിജു? അതിനുള്ള അവകാശം ഉണ്ടല്ലോ അല്ലെ? തെമ്മാടിത്തരം കാണിച്ച പോലീസുകാർ ആ പ്രവർത്തകർ സമരം ചെയ്തതിനെ തല്ലി ഇറങ്ങിയിട്ട് ഇങ്ങനെ ലാത്തി വീശി തല്ലുമ്പോ അത് അവകാശമാണെന്ന് നിങ്ങൾ വാദിക്കോ നിങ്ങൾ? ഈ നിയമവാഴ്ച നിങ്ങൾ കൃത്യമായി നടപ്പിലാക്കുന്നുണ്ട് അത്രേ. മധുവിനെ നിങ്ങൾ കൊന്നതിന്റെ കേസ് എന്താ? മധുവിനെ കൊന്നവർക്കെതിരെ നിങ്ങളുടെ പോലീസ് നടപടി കൃത്യമായി എടുത്തോ? മധുവിനെ ആര് കൊന്നു സാർ? അല്ല, മധുവിനെ കൊന്നവർക്ക് നേരെയുള്ള കേസിൽ പോലീസ് നടത്തിയിട്ടുള്ള നിലപാട് എന്തായിരുന്നു? നിങ്ങളുടെ പോലീസ് തല്ലിക്കൊന്നതിന്റെ പേരിൽ നിങ്ങളുടെ പോലീസ് എടുത്ത നടപടി എന്തായിരുന്നു? ശ്രീജിത്ത്, കെവിൻ, ഇനി സിദ്ധാർത്ഥിനെ കൊന്നതും SFIയുടെ ഗുണ്ടകൾ തന്നെയല്ലേ? അഭിമന്യുവിനെ കൊന്ന ഗുണ്ടകൾക്ക് നേരെ നിങ്ങളുടെ പോലീസ് ഇപ്പോഴും നടപടി കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ടോ? ഞങ്ങളതൊക്കെ ചോദിക്കുമ്പോ ഞങ്ങളോട് ചോദിച്ചിട്ട് നിങ്ങൾ മിണ്ടുമ്പോ RSS എന്ന് പറയുന്നില്ലേ?
നിങ്ങളുടെ ആഭ്യന്തര പറഞ്ഞിട്ടുണ്ട്, വകുപ്പിനെ ഒരു സമയത്തെ നട്ടല്ലില്ലെങ്കിലേ നിങ്ങളുടെ ആഭ്യന്തര വകുപ്പിനെ നട്ടല്ലില്ലെങ്കിലേ ഈ പറയുന്ന RSSനോട് നിങ്ങൾ 48 മണിക്കൂർ പറഞ്ഞാൽ മതി. ഞങ്ങൾ അത് കൃത്യമായി സമാധാന അന്തരീക്ഷത്തിലൂടെ കേരളം തിരിച്ചേൽപ്പിക്കാം. നിങ്ങളെ കപ്പാസിറ്റി ഇല്ലെങ്കിൽ അത് കൃത്യമായി പറഞ്ഞുതരാം. ഞങ്ങൾക്ക് അതിനുള്ള കൃത്യമായ പ്രാപ്തിയുണ്ട് സാർ. നിങ്ങളുടെ ആഭ്യന്തര വകുപ്പ് പരാജയമാണ്. നിങ്ങളുടെ ആഭ്യന്തര വകുപ്പ് പ്രാപ്തിയില്ലാത്തവരാണ്. നിങ്ങൾ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന നട്ടല്ലില്ലാത്തവരാണ് എന്നുള്ളത് ആർജവത്തോടെ വിളിച്ചു പറയാൻ ഞങ്ങൾ തയ്യാറാണ്. കാരണം ഞങ്ങൾ ഈ സാധാരണക്കാർ അനുഭവിക്കുന്ന വേദനയോടൊപ്പം നിങ്ങളെ പോലെ എന്ത് തെമ്മാടിത്തരം ചെയ്താലും ചമലക്കടിയുടെ കീഴിൽ ഞങ്ങൾ അതിനെ ന്യായീകരിച്ചോളും എന്ന് പറയുന്ന ശൈലിയല്ല ഞങ്ങൾ സാധാരണക്കാരോടൊപ്പം ജനങ്ങളോടൊപ്പം സമൂഹത്തിനോടൊപ്പം നാടിനനുഭവിക്കുന്ന വിഷമതകളോടൊപ്പം നിൽക്കുന്നത്. അതുകൊണ്ടാണ് കൃത്യമായി പറഞ്ഞ് സകലവിധ തെമ്മാടിത്തരങ്ങളും പേക്കൂത്തുകളും കൂടുമ്പോ അവർക്ക് നിങ്ങൾ സ്വറപാടുകയല്ല വേണ്ടത്, അവർക്ക് നേരെ ശക്തമായ നടപടിയെടുക്കാണ് വേണ്ടത്. ഇവിടെ കൊലപാതകങ്ങൾ നടത്തിയിട്ട് ഇങ്ങനെ വിരാജിച്ച് നടക്കുന്നവനെ തൊഴുതു നിൽക്കുന്ന ആഭ്യന്തര വകുപ്പാണ് സാർ. ഈ നാടിന്റെ ദയനീയതയും ഈ നാടിന്റെ പരാജയവും അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക, അതാകെ അംഗീകരിക്കുക. താങ്കൾ എന്താണ് പരസ്പര വിരുദ്ധമായി സംസാരിക്കുന്നത്? എന്ത് പരസ്പര വിരുദ്ധം? ഏത് പരസ്പര വിരുദ്ധം? ഈ കേരളത്തിലെ പോലീസ് സേന കൊലപാതകങ്ങൾക്ക് ഞാൻ ചോദിച്ചോട്ടെ, ഉല്ലാസ് ഒരു മിനിറ്റ്. ആയുർബിജി നാട്ടിലെ അല്ല, ആയുർബിജിന് ഒന്നും അറിയില്ല. ആയുർബിജു TP ചന്ദ്രശേഖരനെ കൊലപ്പെടുത്തി, ഒരു മിനിറ്റ്, TP ചന്ദ്രശേഖരനെ കൊലപ്പെടുത്തിയ കേസിൽ ജീവപര്യന്ത തടവിന് ശിക്ഷിക്കപ്പെട്ട കൊടി സുനി, കിർമാനി മനോജ്, മുഹമ്മദ് ഷാഫി ഉൾപ്പെടെയുള്ള കൊടും ക്രിമിനലുകൾക്ക് ജയിലിൽ പോലും അവർക്ക് എല്ലാ പരിരക്ഷയും എല്ലാ ആനുകൂല്യങ്ങളും ലഭ്യമാക്കുന്ന ആരാണ് സാർ? ആരാണ്? അത് മാത്രമല്ല, അതിന്റെ സൂത്രധാരൻ, ആ കൊലപാതകത്തിന്റെ സൂത്രധാരനായിരുന്ന കുഞ്ഞനന്ദന് അവിടെ സ്മാരകം പണിതില്ലേ? കുഞ്ഞനന്ദന് സ്മാരകം പണിതില്ലേ? എന്ത് സംഭവിച്ചു? താങ്കൾക്ക് ഈ ചാനലിൽ നിന്ന് പറയാൻ പറ്റുമോ? കുഞ്ഞനന്ദനെ കേസ് കോടതിയിൽ വന്നിട്ട് എന്ത് സംഭവിച്ചു എന്ന് താങ്കൾ ഈ പൊതുസമൂഹത്തോടൊന്ന് പറഞ്ഞേ. അവർ തടവിന് ശിക്ഷിച്ചല്ലേ? അത് പോരെ? അല്ല, അതാണ് നിങ്ങൾ പറയേണ്ട കാര്യങ്ങൾ. അല്ല, കുഞ്ഞനന്ദനെ വിഷം കൊടുത്ത് കൊന്നു എന്നുള്ള ഒരു ആക്ഷേപം ഉന്നയിച്ചിരുന്നു മുസ്ലിം ലീഗിന്റെ നേതാവ്. ഇനിയിപ്പോ അങ്ങനെ വല്ലതും സംഭവിച്ചോ? അറിയില്ല, എനിക്ക് സത്യം വല്ലതും അറിയാമെങ്കിൽ അത് തുറന്നു പറ. കല്യാണത്തിന് ഇന്നത്തെ സ്പീക്കർ പോയി സുഖമായിട്ട് താലം പിടിച്ചു കൊടുത്ത ചരിത്രം ഞാൻ പറയണോ? മുഹമ്മദ് ഷാഫിയുടെ കല്യാണത്തിന് പോയിട്ട് കൃത്യമായിട്ട് നിങ്ങളുടെ ഇടതുപക്ഷം ഇടപെട്ടില്ലേ? ഈ TP വധക്കേസിലെ പ്രതികൾ ജയിലിൽ കിടന്നേക്കാൾ കൂടുതൽ പരോൾ അനുവദിച്ച് പുറത്തു കൊണ്ടുപോയിട്ടുണ്ട്. എന്തിന്റെ അടിസ്ഥാനത്തിലാ? ഇത് ആദ്യമേ പറഞ്ഞു, രാജ്യത്ത് നിലനിൽക്കുന്ന നിയമവ്യവസ്ഥ, ആ നിയമവ്യവസ്ഥയിൽ ആരെങ്കിലും രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതൊന്നും ഇടതുപക്ഷ ജനാധിപത്യം ഉണ്ട മണ്ടേ കയറ്റി വെക്കാൻ താങ്കൾ വരരുത്. താങ്കളുടെ അറിവുപൂർവ്വ നിയമവ്യവസ്ഥയുടെ പ്രശ്നമല്ല. അധികാരത്തിലിരിക്കുന്നവർ പോലീസിനെ കൈകാര്യം ചെയ്ത് സൂത്രപ്പണി ചെയ്ത് പരോൾ കൊടുത്ത് അവർക്ക് സംരക്ഷണ വലയം തീർക്കുന്നത് നിങ്ങളുടെ നിയമവ്യവസ്ഥയുടെ കുഴപ്പമില്ല, നിങ്ങളുടെ ഭരണത്തിന്റെ കുഴപ്പമാണ്. അല്ല, ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന പ്രതികൾക്ക് അവിടെ എല്ലാ സൗകര്യങ്ങളും ഏർപ്പെടുത്തി കൊടുക്കാൻ ഏതെങ്കിലും നിയമത്തിൽ പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ വ്യവസ്ഥ ചെയ്തിട്ടുണ്ടോ? പാർട്ടി കൊലയാളികൾക്ക് തടവറയിൽ അവർക്ക് ലക്ഷറി സൗകര്യങ്ങൾ ഏർപ്പെടുത്തി കൊടുക്കണം എന്ന് ഏതെങ്കിലും നിയമത്തിൽ പറഞ്ഞിട്ടുണ്ടോ? ഏത് നിയമത്തിലാ ജയിലിൽ കിടക്കുന്ന പ്രതിക്ക് ബീഡി കൊടുക്കാനും ഫോണും കൊടുക്കാനും പറഞ്ഞിരിക്കണം? ഒന്ന് പറഞ്ഞേ. അതെ, ഞാൻ പറഞ്ഞോട്ടെ. ഈ രാജ്യത്ത് ഞാൻ ആദ്യം നിങ്ങളെ സൂചിപ്പിച്ചു, രാജ്യത്ത് നിലനിൽക്കുന്ന നിയമങ്ങളിൽ കാലോചിതമായ വ്യത്യാസങ്ങൾ ഉണ്ടായാൽ മാത്രമേ ഈ വിഷയങ്ങൾ പരിഹരിക്കാൻ പറ്റൂ. ഞാൻ ആത്മാർത്ഥമായിട്ടാണ് അത് പറഞ്ഞത്. അവിടെ തന്നെ ഞാൻ ഉറച്ചു നിൽക്കുകയാണ്. കാപ്പ കുത്തുന്നവനോ അല്ലെങ്കിൽ തെറ്റ് ചെയ്യുന്നവനോ കൊലപാതകം ചെയ്യുന്നവനോ അല്ലെങ്കിൽ 30 ദിവസം കഴിഞ്ഞ് അവൻ വെളിയിലിറങ്ങി മറ്റൊരു തെറ്റ് ചെയ്യാതിരിക്കണമെങ്കിൽ രാജ്യത്തെ നിയമവ്യവസ്ഥ മാറ്റി എഴുതണം. ഉല്ലാസ് ബാബു, എന്താണ് ഇതിനൊരു പരിഹാരം? വാട്ട് ഈസ് ദ റെമഡി? എന്താണ് പരിഹാരം? ഇങ്ങനെ ഗുണ്ടകളെ പിന്നെ കയറൂരി വിടാൻ പറ്റില്ല. പോലീസിന് സാധിക്കുന്നില്ല ഇവരെ നിയന്ത്രിക്കാൻ. പോലീസുമായിട്ടുള്ള നെക്സസ്, അവിശുദ്ധ ബന്ധം, അതെല്ലാം പിന്നെ പകൽ പോലെ എല്ലാവർക്കും കൃത്യമായിട്ട് അറിയാം. അങ്ങനെ ഒരു സംഭവം അവിടെ ഉണ്ട് എന്ന് എല്ലാവർക്കും അറിയാം. പല കേസുകളിലും ഒത്തുതീർപ്പാക്കി കൊടുക്കുന്നത് അല്ലെങ്കിൽ ഇടനിലക്കാരായി വരുന്നത് എല്ലാം പോലീസ് ഉദ്യോഗസ്ഥരാണ്. മാത്രമല്ല, ഇവരുടെ ഇതുപോലെ ഈ ലഹരിക്കടത്ത്, അതുപോലെ ഈ പിന്നെ കൊള്ളപ്പലിശ കൊടുക്കുന്ന പരിപാടി, ഇതിലെല്ലാം ഇവർ പാർട്ടാണ്. ഇതിൻ്റെ ഭാഗമായിട്ട് വർത്തിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്. അതുകൊണ്ട് അത് അവസാനിക്കാത്ത കാലത്തോളം മാത്രമല്ല
പോലീസിലുള്ള ക്രിമിനലുകളെ കുറിച്ച് കൃത്യമായിട്ടുള്ള റിപ്പോർട്ടൊക്കെ പോലീസ് ആസ്ഥാനത്തുണ്ട്. അത് പിന്നെ ഇപ്പോൾ ചിതലരിച്ചു തുടങ്ങിയതാണ് മനസ്സിലാക്കുന്നത്. കൃത്യമായിട്ടുള്ള നടപടികളൊന്നും എടുക്കുന്നില്ല. നേരത്തെ പറഞ്ഞ ഉല്ലാസ് ബാബു ചൂണ്ടിക്കാണിച്ചതുപോലെ വാളയാർ ആ കേസ്, ആ അന്വേഷണം വഴിതെറ്റിച്ച ഉദ്യോഗസ്ഥന് പോലും പ്രൊമോഷൻ കൊടുത്തു, സ്ഥാനക്കയറ്റം കൊടുത്തു. അപ്പോൾ ഇവിടെ പോലീസിലെ ക്രിമിനലുകളും ഗുണ്ടകളും തമ്മിലുള്ള ഒരു ബന്ധം നിലനിൽക്കുന്നുണ്ട്. ആ ഒരു ചരട് അത് അറുത്ത് മാറ്റാതെ എനിക്ക് തോന്നുന്നില്ല ഒരു കാരണവശാലും ഇവിടെ ഈ ഗുണ്ട അതിക്രമങ്ങൾ അവസാനിപ്പിക്കാൻ പറ്റും എന്ന്. ഉല്ലാസ് ബാബു, അതിൽ കൂടി താങ്കളുടെ ഇതിലെ ശ്രീ അനിൽ നമ്പ്യാർ, ഇനിയിപ്പോ കുറച്ചു കാലം, ഒരു 1-2 ആഴ്ച ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്നതിന് വേണ്ടി ഇവർ ഒരു പുതിയൊരു സംവിധാനവുമായി ഗുണ്ടാബേട്ട എന്നും പറഞ്ഞിട്ട് ഒരു പുതിയൊരു ആക്ഷനുമായിട്ട് കുറെ പോലീസുകാർ അങ്ങോട്ട് ഓടിക്കും ഇങ്ങോട്ട് ഓടിക്കും, കുറെ ആൾക്കാരെ എടുക്കും, കുറെ ആൾക്കാരെ സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി ജാമ്യം കൊടുക്കും, കരുതൽ തടങ്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ കുറെ അഭ്യാസം കാണിച്ച് ജനങ്ങളുടെ മുമ്പിൽ കണ്ണിൽ പൊടിയിടും. ഇവിടെ ആവശ്യം എന്താണ്? ഇവിടെ നമ്മളിപ്പോ വഴിയിൽ തടഞ്ഞു നിർത്തി ആക്രമിക്കുന്നു, അല്ലെങ്കിൽ വീടുകളിൽ കയറി ആക്രമിക്കുന്നു, സ്ഥാപനങ്ങളിൽ കയറി ആക്രമിക്കുന്നു. ഇവരെയൊക്കെ ഗുണ്ടകളായിട്ട് നമ്മൾ കാണുന്നു. ഇവരൊക്കെ ഗുണ്ടകളുമാണ്. എന്നാൽ ഇവിടെ നിരവധി കൊലപാതകങ്ങൾ നടന്നിട്ടുള്ള ഗുണ്ടകൾക്ക് രാഷ്ട്രീയത്തിന്റെ എല്ലാ മേലാങ്കിയും ഇവർ ചൂടിക്കൊടുത്തിട്ടുണ്ട്. അത് ടി പി ചന്ദ്രശേഖരൻ വധക്കേസായിക്കോട്ടെ, അത് പോലീസ് മേഖലകളിൽ നടത്തുന്ന ഗുണ്ടായിസമായിക്കോട്ടെ. ഇവിടെ പോലീസും ഗുണ്ടകളും തമ്മിലുള്ള നെക്സസ് എന്ന് പറയപ്പെടുന്നത് സാമ്പത്തികമാണ്. അവർ എല്ലാ കച്ചവടത്തിലും പങ്കാളിത്തമുണ്ട് പോലീസ് സംവിധാനത്തിന്. നേരത്തെ ആന്റണി സാർ പറഞ്ഞല്ലോ, ആർജവമുള്ള പോലീസുണ്ട്. സാർ ഉണ്ട് സാർ, ഞങ്ങൾക്കറിയാം അത്. ശബരിമല സമരത്തിൽ നാമജപം ചൊല്ലിയ അമ്മമാരുടെ തണ്ടിൽ ചവിട്ടി ഓടിക്കാനും സാധാരണക്കാരായിട്ടുള്ള ഭക്തന്മാരുടെ വീട് കയറിയിട്ട് ആവേശം കാണിക്കാനുമുള്ള ആർജവമുള്ള പോലീസുകാരെ ഞങ്ങൾ കേരളത്തിൽ കണ്ടിട്ടുണ്ട്. ആ ആർജവത്തിന്റെ 10% ഈ തെമ്മാടിത്തരം കാണിക്കുന്ന, വേഷം കെട്ട് കാണിക്കുന്ന ആളുകളുടെ വീടുകളിലേക്കോ ആളുകൾ ഇരിക്കുന്ന പാളയങ്ങളിലേക്കോ കയറി പോവാനുള്ള ആർജവം പോലീസിന് സാധിക്കാത്തത് ഇടതുപക്ഷ രാഷ്ട്രീയ സംവിധാനം അധികാരത്തിലിരിക്കുമ്പോൾ അവരുടെ ഫോൺ കോൾ ഭയന്നിട്ടാണ് എന്ന് ആരോപണം ഞാൻ ഉന്നയിച്ച രാഷ്ട്രീയമില്ലെന്ന് ആന്റണി സാർ പറയരുത്. അങ്ങ് ഈ പൊസിഷനിൽ ഇരുന്നപ്പോ എത്ര ഫോൺ കോളുകൾ വന്നു എന്ന് സത്യസന്ധമായി പറഞ്ഞാൽ അങ്ങേക്കും പറയാൻ സാധിക്കും. നോക്കൂ, ഒരു ഗുണ്ടയെ അറസ്റ്റ് ചെയ്യാൻ പോലീസിന് എല്ലാ വിവരവും ഉണ്ട്. ഇവിടെ പോയി പിടിക്കാൻ പറ്റില്ല, അപ്പൊ ഏരിയ സെക്രട്ടറി വിളിച്ചു. മറ്റോനെ പോയി പിടിച്ചാൽ അപ്പൊ ബ്രാഞ്ച് സെക്രട്ടറി വിളിച്ചു. ഇപ്പുറത്തോനെ പോയി പിടിച്ചാൽ അപ്പൊ ലോക്കൽ സെക്രട്ടറി വിളിച്ചു. ഇനി ഇതൊന്നുമില്ലാത്ത ഒരുത്തിനെ പിടിച്ചു കൊണ്ടുവന്നാൽ ഈ പാർട്ടിയുടെ ഏതെങ്കിലും സെക്രട്ടറി വേണം. ഇതാണ് ഇവിടുത്തെ പ്രശ്നം വന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇവിടെ വളർന്നിട്ടുള്ളത് മുഴുവൻ ഇതുപോലെയുള്ള ഗുണ്ടകൾക്ക് ഫാക്ടം ബോസും യൂറിയും ഇട്ട് അവരെ അഴിഞ്ഞാടാൻ വിട്ട് അവർ സമൂഹത്തിൽ അരക്ഷിതാവസ്ഥ ഉണ്ടാക്കി അവർ നടത്തിയിട്ടുള്ളതാണ്. ഗുണ്ടകൾക്കൊരു പാർട്ടി ഫാക്ഷൻ ഉണ്ടാക്കുന്ന ഒരു ശൈലിയിലേക്കാണ് ഇവർ പോകുന്നത്. ഇവരുടെ സമരങ്ങൾ നിങ്ങൾ നോക്കിയാൽ അറിയാം, ഇവരുടെ യാത്രകൾ നിങ്ങൾ നോക്കിയാൽ അറിയാം, മുഖ്യമന്ത്രിയുടെ യാത്രകൾ നടത്തിയിട്ടുള്ള അക്രമങ്ങൾ നോക്കിയാൽ അറിയാം. ഇവിടെ നടക്കുന്നതിൽ കൃത്യമായിട്ടുള്ള പോലീസ് ഗുണ്ട ഇടതുപക്ഷ കൂട്ടുകെട്ടുകളാണ്. ആ പരസ്പര സഹായ സഹകരണ മുന്നണിക്ക് നേരെയാണ്, അല്ലാതെ നിയമമല്ല മാറ്റി എഴുതേണ്ടത്. ആ പരസ്പര സഹായ സഹകരണ മുന്നണിയാണ് മാറ്റി എഴുതപ്പെടേണ്ടത്. രണ്ടാമത്തെ കാര്യം, ഇവിടുത്തെ മയക്കുമരുന്ന് എന്ന് പറയപ്പെടുന്ന നമ്മൾ ചെറിയ കാര്യമല്ല. സ്കൂൾ തലങ്ങൾ മുതൽ കോളേജ് തലം മുതൽ പ്രൊഫഷണൽ സംവിധാനങ്ങൾ വരെ ഈ മയക്കുമരുന്നുകൾക്ക്, സിനിമാ മേഖലയടക്കമുള്ള സംവിധാനങ്ങൾ മയക്കുമരുന്നുകൾക്ക് അടിമപ്പെട്ടിരിക്കുന്നു. ഈ മയക്കുമരുന്നുകൾക്ക് അടിമപ്പെടുമ്പോൾ ആ മയക്കുമരുന്നിന്റെ വരവിനെ നിർത്താൻ ഇവർ തയ്യാറായിട്ടുണ്ടോ? ഈ പോലീസ് സേനയും അതിന്റെ സംവിധാനങ്ങളും ഉദ്യോഗസ്ഥ വർഗങ്ങളും ഈ കേരളം മയക്കുമരുന്നിന്റെ കീഴിലേക്ക് യുവാക്കളെ വലിച്ചിഴച്ചു കൊണ്ടുപോകുന്ന സമയത്ത് അതിൽ നിങ്ങളെടുത്ത നടപടികൾ എന്താണ്? നിങ്ങൾ എടുത്ത നടപടികളുടെ സ്പീഡ് എങ്ങനെയാണ്? അതിന് കൃത്യമായി ഫോളോ അപ്പ് ഉണ്ടായിട്ടുണ്ടോ? അതിന് നിങ്ങൾ എത്രത്തോളം പ്രയത്നിച്ചിട്ടുണ്ട് എന്ന ചോദ്യം ചോദിച്ചാൽ ഞങ്ങളോട് നിങ്ങൾ കൊഞ്ഞനം കുത്തിയിട്ടോ മണിപ്പൂരിൽ പോയി നൃത്തം കളിക്കാൻ പറഞ്ഞിട്ടോ കാര്യമില്ല സാർ. ഈ കേരളം എന്ന് പറയപ്പെടുന്ന സാധാരണക്കാർ ജീവിക്കുന്ന സംസ്ഥാനം, ഈ സംസ്ഥാനത്തെ സമാധാനാന്തരീക്ഷം തകർക്കുന്ന രീതിയിലേക്ക് ഇടതുപക്ഷ പോലീസ് ക്രിമിനൽ നെക്സസ് 3 പേരടങ്ങുന്ന ടീം, ആ ടീം പ്രവർത്തിക്കുന്നു. അതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കണ്ടേ? ഒരു സെക്കൻഡ് താങ്കൾ അനുവാദത്തോട് പെട്ടെന്ന് സമയമില്ല. അല്ല, ഒരു സെക്കൻഡ് സാർ. ഉല്ലാസ് ബാബു, ഈ ഇന്ത്യ മഹാരാജ്യത്ത് ഈ പറയുന്ന ലഹരി പദാർത്ഥങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സംസ്ഥാനവുമില്ല. ഈ ലഹരി പദാർത്ഥങ്ങൾ വരുന്നത് വെളിയിൽ നിന്നാണ്. ആ ലഹരി പദാർത്ഥങ്ങളുടെ ഇന്ത്യയിലേക്കുള്ള വരവിനെ തടയുവാൻ നിങ്ങളുടെ BJP ഗവൺമെന്റിന് എന്ത് ചെയ്യാൻ സാധ്യമായിട്ടുണ്ട്? അല്ലെങ്കിൽ താങ്കൾ പറയണം, ഇന്ത്യയില്, ഗുജറാത്തില്, അല്ലെങ്കിൽ കേരളത്തില്, അല്ലെങ്കിൽ നമുക്ക് വേറൊരു അവസരത്തിൽ ചർച്ച ചെയ്യാം. മറുപടി പറഞ്ഞോട്ടെ, നമുക്ക് അവസാനിപ്പിക്കാൻ സമയം, ചർച്ച അവസാനിപ്പിക്കാൻ സമയം. അല്ല, ഞാൻ പറയാം, ഞാൻ മറുപടി പറഞ്ഞു. ഉല്ലാസ് ബാബു, മറുപടി പെട്ടെന്ന്. മറുപടി വേണ്ടേ? ഞാൻ പറഞ്ഞ കൃത്യമല്ലേ? അതെ, മറുപടി പറയട്ടെ. പറഞ്ഞോളൂ. യെസ്,
ഇന്ത്യ മഹാരാജ്യത്ത് കേന്ദ്രം ഭരിക്കുന്ന BJPയുടെ ഹോം മിനിസ്ട്രിയുടെ കീഴിൽ നടക്കുന്ന പ്രവർത്തനങ്ങളെ നോക്കിക്കണ്ടെന്ന് പിണറായി വിജയൻ ഒരു 24 മണിക്കൂർ പ്രവർത്തനം നോക്കിക്കണ്ടാൽ കേരളത്തിൽ മനസ്സമാധാനം വരും സാർ. കാരണം എന്താണെന്നറിയുമോ? കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ, കൃത്യമായ നടപടികൾ, കൃത്യമായിട്ട് ഇടപെടേണ്ട സമയത്ത് ഇടപെടേണ്ട ശൈലിയിൽ ഇടപെടുന്നു. അവിടെ ബുൾഡോസർ കൊണ്ടുപോയിട്ടാണെങ്കിൽ ബുൾഡോസർ കൊണ്ടുപോയി, ആയുധ ശൈലിയിലാണെങ്കിൽ ആയുധ ശൈലിയിൽ കൊണ്ടുപോയി, തകർക്കേണ്ടടുത്ത് തകർക്കേണ്ട രീതിയിൽ തകർത്തുകൊണ്ട് തന്നെയാണ് കേന്ദ്ര ആഭ്യന്തര സംവിധാനം മുന്നോട്ട് പോകുന്നത്. അത് സാധാരണക്കാരുടെ സംരക്ഷണത്തിന് വേണ്ടിയാണ്. നിങ്ങളുടെ മുഖ്യമന്ത്രിയുടെ പോലെ ഖത്തറിലും ഒമാനിലും അതുപോലെ സിറിയയിലും അതുപോലെ ഇസ്രായേലിലും പോയിട്ട് ഒളിച്ചിരുന്ന ഉല്ലാസം നടത്തുന്നതല്ല പ്രവർത്തനം എന്ന് പറയുന്നത്. ലഹരി പദാർത്ഥങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നത്. മറുപടി പറഞ്ഞു കഴിഞ്ഞു ഉല്ലാസ് ബാബു. എന്തായാലും ഗോഡ്സ് ഓൺ കൺട്രിയിൽ നിന്നും ഗൂഡ്സ് ഓൺ കൺട്രിയിലേക്കുള്ള അധപ്പതനം കേരളത്തിന് അപമാനമാണ്. വീടിനും നാടിനും വേണ്ടാത്തവരെ, നിയമവാഴ്ചയെ സ്ഥിരം വെല്ലുവിളിക്കുന്നവരെ എന്ത് ചെയ്യണമെന്ന് കേരളത്തിലെ ജനങ്ങൾ തന്നെ തീരുമാനിക്കുക. ജനൻ ഡിബേറ്റ് ഇവിടെ പൂർണ്ണമാകുന്നു. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി. ഒപ്പം പ്രേക്ഷകർക്കും.